ഗസ്റ്റായിട്ട് വന്ന ശോഭ വിശ്വനാഥിൻ്റെ ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലക്കുറവിനെ ചൊല്ലി ശോഭ അനുമോൾക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. എൻ്റെ ഡ്രസ്സുകളൊക്കെ എവിടെയാണ് വെക്കേണ്ടത്? എൻ്റെ ബെഡ് ഞാൻ വരുന്നതിന് മുമ്പ് ശരിയാക്കി വെക്കണമെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇതെന്താണ് ഈ ഹോട്ടലിൽ നടക്കുന്നതൊക്കെ? ഗസ്റ്റിനെ നിങ്ങൾ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? അപ്പോഴേക്കും അനുമോൾ വന്നിട്ട് സോറി മാഡം, ഞാൻ ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ ഡ്രോവർ തുറന്ന് നോക്കുമ്പോഴത്തേനും നിറയെ ഡ്രസ്സാണ് അനുമോളുടെ. അപ്പോൾ അത് എങ്ങോട്ടത്തേക്ക് മാറ്റി വെക്കണമെന്ന് പോലും അനുമോൾക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അനുമോൾ കുറച്ച് നേരം അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് ലക്ഷ്മിയുടെ ഡ്രോവറിനകത്തേക്കും കുറച്ചെടുത്തിട്ട് അക്ബറിൻ്റെതിനകത്തോട്ടും വെച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അനുമോൾ. ശോഭ കുറേ സമയമായിട്ട് അനുമോൾക്ക് നേരെ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എല്ലാം ഓക്കെ അല്ലേ മാഡം എന്ന് ചോദിക്കുമ്പോഴും അനുമോളോട് പറയുന്നത് എല്ലാം ഓക്കെ ആയിരിക്കണം, ഓക്കെ ആക്കേ പറ്റൂ എന്നും അനുമോളോട് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആരൻ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മാം ഈ നെയിം പ്ലേറ്റ് എവിടെയാണ് ഒട്ടിക്കേണ്ടുന്നത്? അപ്പോൾ ഉടനെ അനുമോളുടെ ബെഡിൻ്റെ മുകളിൽ തന്നെ ഒട്ടിക്കാനായിട്ട് ശോഭ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ബെഡാണ് വേണ്ടത്, ആ ബെഡിൻ്റെ മുകളിൽ തന്നെ ഒട്ടിച്ചാൽ മതി. അപ്പം ആര്യൻ പോയിട്ട് ആ നെയിം എടുത്തിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അപ്പം എന്താണ് നിങ്ങൾ ഒട്ടിച്ചത്? അപ്പോൾ ആര്യൻ പറയുകയാണ് ശോഭ. അന്നേരം ചോദിക്കുന്നുണ്ട് ആ താഴെ എന്താണ് എഴുതി വെച്ചേക്കുന്നത്? അന്നേരം എന്തോ ഒരു മോളെന്ന് ആര്യൻ പറയുന്നു. ശോഭ മാഡം വന്നതിൽ പിന്നെ ആര്യൻ ശോഭയുടെ പുറകെ പോയിട്ട് അനുമോളെ കുറ്റപ്പെടുത്തുന്നതും അനുമോൾക്ക് ഇട്ട് കുത്തുന്നതുമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുമോളത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു മോളെന്ന് പറഞ്ഞപ്പം അനുമോൾ നല്ലതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ആര്യൻ തിരുത്തി പറയുന്നു അനുമോൾ. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട്, ആദിലയും അനുമോളും ഷാനവാസും എല്ലാം വന്നിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യണമെന്ന്. ആദില എണ്ണിച്ചിട്ട് പറയാണ് അച്ഛൻ എന്നെ വഴക്ക് പറയുന്നു, ഞാൻ ഇപ്പോൾ പോയി ബാറ്ററി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അച്ഛൻ എന്നെ തെറി പറയുമെന്ന്. അപ്പം ശോഭ ചോദിക്കുകയാണ് അച്ഛൻ തെറി പറയുമോ? ആ അച്ഛന് ദേഷ്യം വന്നാൽ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയാമോ? തെറി വരെ പറയും. അതിലെ ബാറ്ററി എടുക്കാനായിട്ട് എണ്ണീച്ചപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. അന്നേരം അതിൽ പറയാണ് വേണ്ട വേണ്ട, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ ആരെ കൊണ്ടും ഇടിപ്പിക്കരുത്, ഞാൻ തനിയെ എടുക്കണം എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്.